മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ പ്രവൃത്തി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും CPM-നും കളങ്കമുണ്ടാക്കുന്നതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി ഈ വിമർശനം ഉയർത്തിയത്. പിണറായി വിജയൻ സർക്കാർ കുറ്റങ്ങൾക്കും കുറവുകൾക്കും ഒരിക്കലും അതീതമല്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മേന്മകളെ നിഷ്പ്രഭമാക്കുന്ന പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ അനുവർത്തിക്കുന്നത്. അതിലൂടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കളങ്കമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി നേതാക്കളും അണികളും വരെ ദുരനുഭവങ്ങളുടെ ഇരകളാണ് ശരിക്കും. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിലെ ഉദ്ദേശശുദ്ധി മുഖ്യമന്ത്രി തിരിച്ചറിയുകയും വേണം. ഓഫീസിലെ പോരായ്മകൾ വിലയിരുത്തി തിരുത്തണമെന്നാണ് പ്രധാന അപേക്ഷ. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് താങ്ങും തണലും തൂണുമായി നിലനിൽക്കുന്നവരാണ് ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ എന്നത്. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ NDAയുടെ വളർച്ചയ്ക്കും UDFന്റെ തളർച്ചയും ഒത്തുനോക്കുമ്പോൾ പിണറായി വിജയൻ വരാനാണ് കൂടുതലും സാധ്യതകളും. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ CPM-ന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കോടിയേരിയുടെ സൗമ്യഭാവവും പിണറായിയുടെ സംഘടനാ മികവും പാർട്ടിക്ക് നൽകിയ കരുത്ത് വളരെ അസാധാരണമായിരുന്നു. ഇന്നത് വേണ്ടത്രയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ജനകീയ മുഖമുള്ള മറ്റൊരു നേതാവിനെയോ നേതൃത്വ നിരയോ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി അല്ലാതെ മറ്റൊരാളെ അധികാരം ഏൽപ്പിക്കേണ്ടി വന്നാൽ ഇടതുപക്ഷത്തിന്റെ വലിയ തകർച്ചയുടെ തുടക്കം കൂടിയാകും ആ തീരുമാനമെന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഈഴവർക്ക് കോൺഗ്രസിലും BJP-യിലും അവഗണനയെന്ന് നേരത്തെ ഉന്നയിച്ച വിമർശനം വെള്ളാപ്പള്ളി ലേഖനത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. തമ്മിൽ ഭേദം CPM എന്ന് ചൂണ്ടിക്കാട്ടുമ്പോഴും ഇടതുപക്ഷം ചില സ്ഥാനമാനങ്ങളിൽ ഈഴവരെ അവഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം സമുദായത്തിന് വേണ്ടി സ്വന്തം സംഘടനകളിൽ സംസാരിക്കാനും പോരാടാനും മടിക്കുന്ന നേതാക്കളാണ് ഈഴവർക്ക് പ്രധാനമായും ഉള്ളത്. കസേരയ്ക്ക് ഭീഷണി വരുമ്പോൾ മാത്രമാണ് അവർ സമുദായ ചിന്ത ഉണ്ടാവുകയുള്ളൂ. മറ്റ് സമുദായങ്ങളുടെ അവസ്ഥ ഒരിക്കലും ഇതല്ല. സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാനും മറ്റുള്ളവരെ വലിച്ചു താഴെയിടാനും അവർ സംഘടിതമായി ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ അധിക കസേരകളിൽ നിന്നുള്ള ഈഴവരുടെ പടിയിറക്കം. കോൺഗ്രസിൽ ഈഴവരെ വെട്ടിനിരത്തുകയാണ് ചെയ്യുന്നത്. വന്ന് അവിടെ K ബാബു എന്ന ഒരു ഈഴവ MLA മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. KPCC പ്രസിഡന്റ് പോലും തഴയപ്പെടുകയാണ്. കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ലെങ്കിലും അത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഈഴവർ പോലും പദവിയിൽ ഇല്ലാതായേക്കാം. BJP-യുടെ കാര്യം ഇതിലും കഷ്ടമാണെന്നും വെള്ളാപ്പള്ളി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി.